അധ്യായം 255. അച്ചുവിന്റെ യാത്ര. മകന്റെ സാന്നിധ്യത്തിൽ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലെ ഭക്ഷണം മുഴുവൻ നീലിമ കഴിച്ചു തീർത്തു. പിന്നെ പ്ലേറ്റ് അച്ചുവിന്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് തന്നെ നീലിമ പറഞ്ഞിട്ട്, അച്ചു നോക്ക്, ഭക്ഷണം മുഴുവൻ അമ്മ കഴിച്ചു തീർത്തു. നീലിമ അങ്ങനെ സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇനി എനിക്കുള്ള സർപ്രൈസ് ഇതാ. അവൾ ആകാംക്ഷയോടുകൂടെ ചോദിച്ചു. അശ്വിൻ നീലിമയുടെ പ്ലേറ്റിലേക്ക് നോക്കുന്ന സമയത്തിന് അതിലൊരു തരി ഭക്ഷണം പോലുമില്ല എന്നൊക്കെ ചിന്തിച്ച് അവൻ വളരെ സന്തോഷത്തോടു കൂടെ പുഞ്ചിരിച്ചു. വെയിറ്റ് അമ്മ, ഞാൻ വേഗം പോയിട്ട് അമ്മക്കുള്ള സർപ്രൈസ് റെഡിയാക്കട്ടെ. അതുവരെ അമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് അവൻ നേരെ വാഷ്റൂമിലേക്ക് ഓടി. നീലിമക്ക് അവന്റെ പ്രവൃത്തിയെല്ലാം കണ്ടുകൊടുത്തിന് ആകെ കൺഫ്യൂഷനായി. മോനെ, നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അവൾ പുറകിൽ വിളിച്ചു ചോദിച്ചു. അമ്മ ഒന്ന് വെയിറ്റ് ചെയ്ത്, ഞാൻ ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞ് അശ്വിൻ അവിടെ നിന്നും ഓടി. പിന്നെ പെട്ടെന്ന് വാതിലിനരികിൽ പ്രത്യക്ഷപ്പെട്ട് അവൻ സംശയത്തോടുകൂടി അവളെ നോക്കി. അമ്മ ഒരിക്കലും എന്നെ ഫോളോ ചെയ്യരുത്, ഓക്കെ, ഒരു താക്കീത് പോലെ അവൻ പറഞ്ഞു. നീലിമ ചിരിയോടുകൂടെ തലയാട്ടി. അതിനുശേഷം കൈയൊക്കെ കഴുകിയിട്ട് ലിവിംഗ് റൂമിലെ സോഫയിൽ പോയിരുന്നു. കുറച്ചു നിമിഷത്തിന് ശേഷം അച്ചു അവന്റെ സർപ്രൈസുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. നീലിമ അവന്റെ കയ്യിലേക്ക് അമ്പരപ്പോടുകൂടി നോക്കി. കാരണം ഒരു ബേസിനിൽ വെള്ളം നിറച്ച് കഷ്ടപ്പെട്ട് അത് എടുത്തുകൊണ്ടാണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ അച്ചു, അത് താഴെ വെക്ക്, അത് നല്ല വെയിറ്റ് ഉണ്ടാവും മോനെ അതിന്. ഇല്ലമ്മ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ബേസിൻ നേരെ നീലിമയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചു. എനിക്ക് അമ്മയുടെ കാല് കഴുകണമെന്നിങ്ങനെ അശ്വിൻ പറയുന്നത് കേട്ടിട്ട് നീലിമ ഒന്ന് ഞെട്ടി. ഇങ്ങനെ ഒരു തീരുമാനം അവൻ എടുത്തത് എന്തിനാണെന്നുള്ള കാര്യം നീലിമക്ക് മനസ്സിലായില്ല. അതെന്തിനാ അച്ചു, അമ്മയുടെ കാലിൽ ഇപ്പൊ ചെടിയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് നീലിമ. അശ്വിൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ചോറ് മുഴുവൻ കഴിക്കുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കണമെന്ന് എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അമ്മയ്ക്ക് എന്ത് സമ്മാനം തരണമെന്നൊന്നും എനിക്കറിയില്ല, അതാ ഞാൻ അമ്മയുടെ കാല് കഴുകാൻ തീരുമാനിച്ചത്. ഇതെനിക്ക് ഈസിയാണല്ലോ എന്ന് അവൻ ചമ്മലോടുകൂടെ പറയുന്ന സമയത്തിന് നീലിമയുടെ ഹൃദയം വിറച്ചു. അവൾക്ക് സങ്കടം വന്നു. അച്ചുവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു അച്ചു, അമ്മക്ക് ശരിക്കും ഇതൊരു സർപ്രൈസായെന്ന് അവൾ വിറയലോടെ പറഞ്ഞു. അവൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് നീലിമക്കറിയാം, പക്ഷേ ഒരു വ്യക്തിയിൽ ഇത്രമാത്രം പരിഗണന നൽകാമെന്നൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴാണ് ഗീതാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതാമ്മ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? ഗീതാമ്മ അങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുന്നത് കേട്ടുകൊണ്ടതിനെ അശ്വിൻ പേടിച്ച് അമ്മയുടെ മറവിലേക്ക് നിന്നു. അവന് ഗീതാമ്മയെ പേടിയാണ്. അവന്റെ പ്രവൃത്തി കണ്ടുകൊണ്ടതിന് ഗീതാമ്മ ചിരിച്ചു. അല്ലെങ്കിലും ഈ ആൺകുട്ടികളെല്ലാം അമ്മക്കുട്ടികളാണെന്ന് പറയും ഗീതാമ്മ. ആ സമയത്ത് നീലിമ ഒന്നും തന്നെ മിണ്ടിയില്ല. അവളുടെ മുഖത്ത് അവളോടൊരു അനിഷ്ടം നിറഞ്ഞിരുന്നു. പക്ഷേ അവരോടൊന്നും തന്നെ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ ദയയിലാണ് ഇപ്പോ അവളും അച്ചുവും ജീവിക്കുന്നത്. ഗീതാമ്മ നേരെ നീലിമയുടെ അരികിലെത്തിക്കൊണ്ട് തന്നെ പറയുന്നത്, നീ ഒന്ന് എന്റെ കൂടെ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് തന്നെ ഗീതാമ്മ നേരെ സ്റ്റഡി റൂമിലേക്ക് പോകുന്ന സമയത്തിന് നീലിമക്ക് അവരുടെ കൂടെ പോകണമെന്നുണ്ട്. പക്ഷേ അച്ചു ആണെങ്കിൽ അവരുടെ സാരിയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അച്ചു, നീ അമ്മയൊന്ന് വിട്ടേ, അമ്മ ദേ ഇപ്പൊ വേഗം വരാം. പക്ഷേ ആ സമയത്തൊക്കെ അച്ചു വാശി കാണിച്ചിട്ട് അവളെ വിടാതെ ഇങ്ങനെ മുറുകെ പിടിച്ചു. അയ്യോ മോനിത് എന്തായി കാണിക്കുന്നത്, അമ്മ പോയിട്ട് അവരോടൊന്ന് സംസാരിക്കട്ടെ. അച്ചു ഇവിടെ നല്ല കുട്ടിയായിട്ടിരിക്കുന്ന നീലിമ പിന്നെയും പറഞ്ഞു. അച്ചുവിനോട് ദേഷ്യപ്പെടാനൊന്നും നീലിമക്ക് കഴിഞ്ഞിരുന്നില്ല. ആ സമയത്തിന് അച്ചു പറഞ്ഞിട്ട്, അവർ ചീത്തയാണമ്മ, അവർക്ക് നല്ല പോലെ ഒന്ന് ബിഹേവ് ചെയ്യാൻ പോലും അറിയില്ല. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അച്ചുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന കാര്യം നീലിമക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ തന്നെ പിടിച്ചു വെച്ചിരുന്ന അശ്വിന്റെ കൈകൾ ബലമായിട്ട് പിടിച്ചു മാറ്റി. എന്നിട്ട് ഗീതാമ്മയുടെ അടുത്തേക്ക് സ്റ്റഡി റൂം ലക്ഷ്യമാക്കി നടന്നു. അശ്വിന് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. അവർ വന്നാൽ പിന്നെ അമ്മക്ക് നല്ല സങ്കടമായിരിക്കുമെന്ന കാര്യം അശ്വിൻ അറിയാം. അവരെപ്പോഴും അമ്മയെ കരയിക്കും. നീലിമ കരഞ്ഞു കാണുന്നത് അത് അച്ചുവിന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല. അവൻ ആ ചിന്തയിൽ സ്റ്റഡി റൂമിന്റെ പുറത്തേക്ക് വന്നിട്ട് അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. വാതിൽ അടച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നീലിമയും ഗീതാമ്മയും എന്താണ് സംസാരിക്കുന്നത് എന്ന കാര്യമെല്ലാം തന്നെ അച്ചുവിന് പുറത്തുനിന്ന് കേൾക്കാമായിരുന്നു. നീലിമ ഗീതാമ്മയുടെ മുന്നിൽ വന്നു നിൽക്കുന്ന സമയത്തിന് അവർ അവളെ ഇഷ്ടക്കേടോട് നോക്കി നിന്നു. നിങ്ങൾ ഇന്നലെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവൾ ചോദ്യം ചെയ്യുന്നത് പോലെ നീലിമയോട് ചോദിച്ചു. അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നീലിമക്ക് മനസ്സിലായി. അവരുടെ ഈ ഒരു വരവ് നീലിമ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ നീലിമ ഒന്നും തന്നെ മിണ്ടിയില്ല. ഗീതാമ്മ പറഞ്ഞിട്ട്, ഇന്നലത്തെ പാർട്ടി നീ മൊത്തത്തിലങ്ങ് കൊളാക്കിയല്ലേ, അവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ ഗീതാമ്മ ദേഷ്യത്തോടെ പറയാണ്. അപ്പോ എല്ലാ കുറ്റവും നിങ്ങൾ എന്റെ മേലിൽ ചാരരുത് എന്നിങ്ങനെ നീലിമ വളരെയധികം ദേഷ്യത്തോടെ പ്രതികരിച്ചു. ഗീത അവളെ ഒരു നിമിഷം ഒന്ന് നോക്കി, എന്നിട്ട് പുച്ഛത്തോടെ ചിരിച്ചു. ശരിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നങ്ങ് താഴ്ന്നു തന്നേക്കാം. നീലിമ അന്നേരം ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ തല താഴ്ത്തി. ഗീതാമ്മ പറഞ്ഞിട്ട്, ഓക്കെ, നടന്നതെല്ലാം നടന്നു, പക്ഷേ ഇനി മുതൽ നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അതെനിക്ക് ബുദ്ധിമുട്ടാണെന്ന് അവർ ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ ലാവണ്യം കല്യാണം കഴിക്കുന്നത് വരെ നീ കാത്തിരുന്നേ പറ്റൂ. അത് കഴിഞ്ഞ് പിന്നെ നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതുവരെ നിനക്കെപ്പോഴും എന്റെ സഹായം ഉണ്ടാവുമെന്ന് ഗീതാമ്മ പറയുന്നത് കേട്ടിട്ട് അവൾ വിടർന്ന മിഴിയോടുകൂടി തന്നെ അവരെ നോക്കി. സത്യമാണോ എന്നവർ പ്രതീക്ഷയോട് ചോദിച്ചു. ഗീതാമ്മ പറഞ്ഞിട്ട്, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ നിനക്ക് ഇവിടെ നിന്ന് പോവാം. നീ ഈ നാട് വിട്ടുപോയാലേ എനിക്കൊരു സ്വസ്ഥത കിട്ടൂ. ഗീതാമ്മ അങ്ങനെ നീലിമയോട് വെറുപ്പോടെ പറയുന്ന സമയത്തിന് നീലിമ അത് കേട്ട് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ നിന്നു. ഇനി മുതൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ നീ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ നടന്നാൽ പിന്നെ ഒരിക്കലും നിനക്കത് നല്ലതിനാവില്ല.
ഗീതാമ്മ വീണ്ടും അവളെങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഇപ്രാവശ്യം അവൾക്ക് മിണ്ടാതിരിക്കാനായില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അവൾ അക്ഷമയോടുകൂടെ ചോദിച്ചതോടുകൂടി തന്നെ ഗീതാമ്മ അങ്ങ് ചിരിച്ചു. ഗീതാമ്മ ചോദിക്കുന്നത്, നിനക്ക് നിന്റെ മോനെ ഒരുപാട് ഇഷ്ടല്ലേ, അവൻക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് സഹിക്കോ? ഗീതാമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നീലിമക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. തന്നോട് അവൾക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് നീലിമക്കറിയാം. പക്ഷേ ആ ദേഷ്യം എന്തിനാണ് കുഞ്ഞിനോട് കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആന്റി, അവൾ വിഷമത്തോടു കൂടി വിളിക്കുന്ന സമയത്തിന് ആ വിളി ഇഷ്ടമാവാതെ അവളെ രൂക്ഷമായി നോക്കി. സോറി മാഡം, എന്നോടുള്ള ദേഷ്യം എന്റെ മോനോട് തീർക്കരുത്. അവനൊരു കുഞ്ഞല്ലേന്ന് അവൾ അപേക്ഷിക്കുന്ന സമയത്തിന് ഗീതാമ്മ അതിന് ഉത്തരം പറഞ്ഞില്ല. അതിനു പകരം നീലിമയെ ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. അവരവളെ വല്ലാതെ ഭീഷണിപ്പെടുത്തി. നീലിമ പറഞ്ഞിട്ട്, പ്ലീസ് മാഡം, നിങ്ങളൊരമ്മയല്ലേ, അപ്പോ ഒരമ്മയുടെ വേദന എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഓരോ അമ്മമാർക്കും അവരുടെ കുഞ്ഞ് ഒരുപാട് വിലപ്പെട്ടതാണ്. ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും അവനെ വലിച്ചിടരുത്. അവന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തരുത്. അന്നേരം ഗീതാമ്മ പറഞ്ഞിട്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്റെ ഈ കണ്ണുനീരിലൊന്നും ഞാൻ വീഴില്ല. ഞാൻ പറഞ്ഞത് മാത്രം നിനക്ക് ഓർമ്മയുണ്ടായാൽ മതി. നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നിന്റെ മോനാ, അല്ലാതെ മറ്റൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഗീതാമ്മ നേരെ പുറത്തേക്ക് നടന്നു. ആ സമയത്ത് നീലിമയോട് ഒരിറ്റു പോലും അവർക്ക് സഹതാപം തോന്നിയിരുന്നില്ല. അച്ചു ആണെങ്കിൽ ഗീതാമ്മ പുറത്തേക്ക് വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ഒരു ചെറിയ മേശക്ക് പുറകിലായിട്ട് ഒളിച്ചു നിന്നിരുന്നു. അച്ചുവിന് അവരെ അത്രക്ക് ഭയമാണ്. അവർ തന്റെ കൺമുന്നിൽ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അച്ചു പുറത്തേക്ക് വന്നത്. നെഞ്ചിൽ കൈവച്ചു കൊടുത്തിന് അവൻ ആശ്വാസത്തോടുകൂടി നിന്നു. പക്ഷേ അവന്റെ മനസ്സിൽ ഒരുപാടധികം സംശയമുണ്ടായി. അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗീതാമ്മ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് അവനിൽ പല സംശയങ്ങളും ഉണ്ടായി. എന്തിനാ മുത്തശ്ശി എന്റെ മുന്നിൽ വെച്ച് ഇതൊന്നും പറയാത്തത്? എന്തിനാ എപ്പോഴും എന്റെ അമ്മ എങ്ങനെ അവര് പേടിപ്പിക്കുന്നത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതൊക്കെ ചിലപ്പോൾ വലുതാവുമ്പോൾ എനിക്ക് മനസ്സിലാവുമായിരിക്കും. ഇനി എന്തായാലും വലുതാവുമ്പോൾ എന്റെ അമ്മയെ നന്നായിട്ട് നോക്കണം. അത് മാത്രമാണ് ഇപ്പൊ അശ്വിന്റെ ലക്ഷ്യം. അവൻ സ്റ്റഡി റൂം ലക്ഷ്യമായി അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്തിന് നീലിമ ശൂന്യതയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ അശ്വിന് വല്ലാത്ത സങ്കടം വന്നു. അവൻ ചെന്നിട്ട് നീലിമയുടെ കാലിൽ അങ്ങ് ചുറ്റിപ്പിടിച്ചു. അമ്മ ഇങ്ങനെ കരയല്ലേ, അമ്മയുടെ കൂടെ എന്നും ഞാനുണ്ടാവും. അവൻ വിഷമത്തോടുകൂടെ പറയുന്നുണ്ട്, ഡാഡിക്ക് അമ്മേനെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ അച്ഛൻ എപ്പോഴും അമ്മയെ വേണല്ലോ. അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന സമയത്തിന് അവന്റെ സ്വരം മൃദുവായി. സങ്കടം കൊണ്ട് അവന്റെ വാക്കുകൾ ഇടറി. അച്ചു വളരെ സെൻസിറ്റീവായ കുട്ടിയാണെന്നുള്ള കാര്യം നീലിമക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ വിഷമം അടക്കി. എന്നിട്ട് ചോദിക്കുന്നത്, അച്ചുട്ട, അമ്മയുടെ മോൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അമ്മയുടെ കൂടെ എന്നും മോനുണ്ടാവുമെന്ന കാര്യം അമ്മക്കറിയാലോ. അമ്മക്കത് മതിയടാ, അമ്മക്ക് ആരും വേണ്ട, വേറെ ആരും വേണ്ട. നീലിമ അങ്ങനെ അശ്വിനെ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം അവളും പുഞ്ചിരിച്ചു. എന്നാൽ ഗീതാമ്മ വരുന്നതിന്റെ അത്രയും തെളിച്ചമൊന്നും ആ പുഞ്ചിരിക്കില്ലായിരുന്നു. ആ സങ്കടത്തിൽ അവൻ തല താഴ്ത്തി. എന്നിട്ട് ചോദിക്കുന്നത്, അമ്മ, ഡാഡി എങ്ങനെ കണ്ടുപിടിക്കുക, അമ്മക്കതറിയാമോ? ആ ചോദ്യത്തിൽ നീലിമ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിക്കുന്നത്, അല്ല, മോനിപ്പോ എന്തിനാ ഡാഡിയെ അന്വേഷിക്കുന്നത്? കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ സിദ്ധാർത്ഥിനെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല. പെട്ടെന്ന് എന്തിനാണ് അവൻ സിദ്ധാർത്ഥിനെ കുറിച്ച് ചോദിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമക്ക് മനസ്സിൽ ഭയം നിറഞ്ഞു. എന്തൊക്കെയോ സംശയങ്ങൾ നീലിമക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ അശ്വിന്റെ മുഖം പിടിച്ചുയർത്തി. അശ്വിൻ പറഞ്ഞതിന്, ഞാൻ വെറുതെ ചോദിച്ചതാണമ്മേ എന്ന് പറയും. ആ സമയത്തും അശ്വിന്റെ ചുണ്ടുകൾ ഇങ്ങനെ വിതുമ്പുന്നതെല്ലാം തന്നെ നീലിമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം തനിക്കുണ്ടായിരുന്ന മനസ്സമാധാനം അതോടുകൂടി അങ്ങ് നഷ്ടമായി. നീലിമ നേരെ അവന്റെ മുന്നിൽ അങ്ങ് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അച്ചു, ഇനി മുതൽ അമ്മ പറയുന്നത് മോൻ കേൾക്കണം. സിദ്ധാർത്ഥ് ഇനി ഒരിക്കലും മോന്റെ ഡാഡിയല്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കരുത്. നമുക്കിപ്പോ സിദ്ധാർത്ഥുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അവൾ അങ്ങനെ പറയുന്ന സമയത്തിന് അശ്വിൻ ഒന്ന് തലയാട്ടി. അവൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അച്ചു മനസ്സിലാക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഏതായാലും നീലിമയ്ക്ക് സമാധാനം തോന്നി. എന്തായാലും സിദ്ധാർത്ഥിന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വിദേശത്തേക്ക് പോകും. പിന്നെ ഒരിക്കലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ല. അവിടുത്തെ ജീവിതത്തിൽ ഏതായാലും അച്ചു പതിയെ എല്ലാം മറന്നോളും. അല്ല, അവനെല്ലാം മറക്കണം, മറന്നേ പറ്റൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സിദ്ധാർത്ഥില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഞാനും അച്ചും, ഇനി വരാൻ പോകുന്ന കുഞ്ഞു മാത്രം. അവൾ അങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടി. അപ്പോഴും വരാൻ പോകുന്ന കുഞ്ഞ് തനിക്കൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സിദ്ധുവിനെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് ആ കുഞ്ഞ്. അവൾ അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന സമയത്തിന് അശ്വിന്റെ മനസ്സിൽ മറ്റൊരു പദ്ധതി രൂപം കൊള്ളുന്നതൊന്നും തന്നെ നീലിമ അറിഞ്ഞില്ല. അശ്വിൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ ഡാഡിയെ കണ്ടുപിടിക്കണം, എന്നിട്ട് എന്നെയും അമ്മയും എന്തിനാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചറിയണം. അതെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് തന്നെ നീലിമയെ നോക്കിയിട്ട് അവൻ കണ്ണു തുടച്ചു. എനിക്കമ്മ മതിയെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുന്ന സമയത്തിന് അവളൊന്ന് പുഞ്ചിരിച്ചു. അതിനൊപ്പം അവന്റെ കവളിൽ ഒരു ഉമ്മയും വെച്ചു. നീലിമ പറഞ്ഞിട്ട്, അമ്മയുടെ കുട്ടി നല്ല മോനല്ലേ, ഇനി പറ, എന്തെങ്കിലും കഴിക്കാൻ വേണോ? അശ്വിൻ പറഞ്ഞിട്ട്, പാല് വേണം, ബൂസ്റ്റ് ഇട്ട പാല് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് അവൾ തലയാട്ടിക്കൊണ്ട് തന്നെ പാലെടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. അച്ചു ആണെങ്കിൽ നീലിമ അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം വേഗം അവളുടെ ഫോൺ കയ്യിലെടുത്തു. യഥാർത്ഥത്തിൽ അവൻ അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കാരണം പുറത്തിറങ്ങിയ പെട്ടെന്നൊന്നും സിദ്ധാർത്ഥിനെ കണ്ടുപിടിക്കാനൊന്നും അശ്വിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ സമയത്ത് അമ്മയുടെ ഫോൺ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവന്റെ കണ്ണുകൾ വെച്ച് ഒരിക്കലും സിദ്ധാർത്ഥിന്റെ അഡ്രസ് ഒന്നും കണ്ടുപിടിക്കാനൊന്നും അവനെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് അമ്മയെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ തന്നെയാണ് അവൻ ബൂസ്റ്റിട്ട പാല് വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ചത്.
നീലിമ അവിടെ നിന്ന് പോയതിനു ശേഷം വെപ്രാളത്തോടു കൂടി അശ്വിൻ ഏതായാലും സിദ്ധാർത്ഥിന്റെ അഡ്രസ്സൊക്കെ നോക്കി മനസ്സിലാക്കി. പിന്നെ നേരെ കിച്ചൺ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്തിന് അവന്റെ അമ്മ പുറന്നിരിഞ്ഞ് പാല് കാച്ചുന്നതെല്ലാം തന്നെ അവൻ കണ്ടു. ആ സമയത്തിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു സെർവന്റ് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ പുറത്തേക്ക് പോകുന്നതും കണ്ടുകൊടുത്തിന് അശ്വിൻ നേരെ നീലിമയൊന്ന് നോക്കിയതിനു ശേഷം അവരുടെ കൂടെ തന്നെ പുറത്തേക്ക് പോകാൻ നോക്കി. ആ സെർവന്റിന്റെ കൂടെ തന്നെ അശ്വിൻ ഇങ്ങനെ പോകുന്ന സമയത്തിന് അവന്റെ മനസ്സിൽ ഒരുപാടധികം ചോദ്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ അശ്വിൻ മനസ്സിലാക്കിയിരുന്നു. തന്റെ ഡാഡി അമ്മയെ വിവാഹം കഴിക്കാനിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ആ ഒരു തീരുമാനം മാറ്റി. പിന്നീട് താൻ കേൾക്കുന്ന വാർത്ത ഡാഡി ലാവണ്യ ആന്റിയെ വിവാഹം കഴിക്കുന്നു എന്നാണല്ലോ. അത് ശരിക്കും അവന് വിചിത്രമായി തോന്നി. മമ്മിയാണെങ്കിൽ എന്നും ഡാഡിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് തന്നെ സങ്കടത്തിലാണ്. എന്റെ അമ്മയ്ക്ക് ഡാഡിയെ ഒരുപാടധികം ഇഷ്ടമായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് പോലും എന്തിനായിരിക്കും ഡാഡി അമ്മയെ വേണ്ടെന്ന് പറഞ്ഞത്? ആ കാര്യം എന്തിനാണെന്ന കാര്യം ഡാഡിയോട് തന്നെ നേരിട്ട് ചോദിക്കണമെന്ന് അവൻ ചിന്തിച്ചു. അവന്റെ ഡാഡി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അവൻ അംഗീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ കുഞ്ഞു മനസ്സ് വലിയ ചിന്തകളോടെയും തീരുമാനങ്ങളോടെയും യാത്ര തിരിച്ചു. സെർവന്റ് ആണെങ്കിൽ ആ സമയത്ത് തന്റെ പിന്നാലെ അച്ചു വരുന്നത് അറിഞ്ഞതുപോലുമില്ല. നീലിമ ഈ സമയത്ത് ഇതൊന്നും അറിയാതെ അച്ചുവിനുള്ള പാല് ഗ്ലാസ്സിലാക്കിക്കൊണ്ട് നേരെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഗീതാമ്മയാണെങ്കിൽ അവിടെ സോഫയിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. അവർ ഇത്ര നേരമായിട്ടും അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു. അവർ നേരെ നീലിമയെ നോക്കി. എന്നിട്ട് കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് നോക്കിക്കൊണ്ട് പിന്നീട് നീലിമയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നീ ഒരിക്കലും എന്റെ മകന് ചേരില്ല. അതിനുള്ള കാരണം നിന്റെ മോനാണ്. എല്ലാം അവസാനിപ്പിച്ചിട്ട് പോലും ഗീതാമ്മ വീണ്ടും എന്തിനാണ് തന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് എന്നുള്ള കാര്യം നീലിമക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്രാവശ്യം ഏതായാലും നീലിമയ്ക്ക് ഗീതാമ്മയുടെ വാക്ക് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. നീലിമ പറയുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ മാഡം, മാഡത്തിന്റെ മകന് അയാൾക്ക് ചേരാത്തത് ചില കാര്യങ്ങളാണ് ഇഷ്ടം. നീലിമ അങ്ങനെയാണ് ഗീതാമ്മക്ക് ദേഷ്യത്തിൽ മറുപടി കൊടുത്തത്. കുറെ കാലമായിട്ട് കേട്ടും കണ്ടും സഹിച്ചും നീലിമക്ക് നിൽക്കാൻ കഴിയില്ല. പെട്ടെന്നായിരിക്കും നീലിമക്ക് തന്റെ അടിവയറ്റിൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ വലിയൊരു വേദന വന്നത്. അവൾ വേദനയോടുകൂടി തന്നെ വയറ്റിൽ കൈവെക്കുന്നതോടുകൂടെ ഗീതാമ്മ വേഗം അവളുടെ അടുത്തേക്ക് വന്നു. ഗീതാമ്മക്ക് നീലിമയോട് കടുത്ത വിരോധമുണ്ടെങ്കിൽ പോലും നീലിമയുടെ വയറ്റിൽ ഇപ്പൊ വളരുന്നത് സിദ്ധാർത്ഥിന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം ഗീതാമ്മക്കറിയാം. ഗീതാമ്മ പെട്ടെന്ന് തന്നെ ഒരു സെർവന്റിന്റെ സഹായത്തോടു കൂടെ അവളെ റൂമിലേക്ക് എത്തിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തി. നീലിമയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നത്, ഇപ്പൊ ഒന്നും പേടിക്കാനൊന്നുമില്ല മാഡം. എന്നാലും ടെൻഷൻ കുറക്കുന്നത് നല്ലതാണ്. കാരണം നല്ല BP വേരിയേഷൻ ഉണ്ട്. തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ആ സമയത്തിന് ഗീതാമ്മ നിശബ്ദയായി. നീലിമയും ഒന്നും മിണ്ടിയില്ല. ക്ഷീണം കൊണ്ട് നീലിമ കണ്ണുകൾ അടച്ചു. ഇതേ സമയത്ത് അച്ചു ആണെങ്കിൽ ആ സെർവന്റിന്റെ കൂടെ കുറെ അധികം ദൂരം പോയിരുന്നു. സിദ്ധാർത്ഥ് ഏതായാലും ഈ സമയത്ത് വിശ്വ ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഉണ്ടാവുമെന്ന് അവൻ ഊഹിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ടാക്സി പിടിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് എത്തണമെന്ന ലക്ഷ്യമായിട്ട് അശ്വിൻ ഇങ്ങനെ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഇതിന്റെ എപ്പിസോഡൊക്കെ ഇന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.